Hi friends, welcome to Appz. അപ്പോൾ ഓണമൊക്കെ ആയല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി ഇഞ്ചി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം. വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ പുളിയിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് വലുതാക്കിയാണ് അരിയണത്. അപ്പോൾ ചിലർ നീളത്തിലരിയും, അതുപോലെ തന്നെ ചെറുതാക്കിയും അരിയണവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിയാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഫ്രൈ ആയോ എന്ന് അറിയാനായിട്ട് ഒരു കിലുകില സൗണ്ട് പോലെ കേൾക്കാം. അപ്പോൾ അത് കേൾക്കുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഇത് തിളച്ച് വരണം. അപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കര ചീവിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും. ഇപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് നേരം ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കിടക്കുമ്പോൾ ഇതിങ്ങനെ കുറുകിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വെള്ളവും അതുപോലെ തന്നെ ഒരുപാട് കട്ടയും ആവാനും പാടില്ല. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതെന്തായാലും നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടയായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കട്ടയാക്കാനായിട്ടൊന്നും നിൽക്കണ്ട. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറി ആകുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഓണത്തിന് ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.